നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എക്സ്റ്റൻഡറുകളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഈ കാണുന്നത് ഒരു 2 എക്സ്റ്റൻഡറുകളാണ്. ഒന്ന് ഡി ലിങ്കിൻ്റെയും ഒന്ന് ടി പി ലിങ്കിൻ്റെയും 2 എക്സ്റ്റൻഡറുകളാണ് ഈ കാണുന്നത്. സോ ഇത്തരം എക്സ്റ്റൻഡറുകൾ വെച്ചിട്ട് നമുക്ക് വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് നമ്മൾ നോർമലി അറിയാം, നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു റൂട്ടർ ഉണ്ടാവും. അപ്പോൾ റൂട്ടറിൻ്റെ മോഡം ഉണ്ടാവും. ഈ മോഡത്തിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള വൈഫൈ എക്സ്റ്റൻഡറുകൾ വെച്ചിട്ട് നമ്മൾ വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യും. നമുക്ക് വൈഫൈ കിട്ടാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒന്നിലധികം എക്സ്റ്റൻഡേഴ്സ്, ഇപ്പോൾ നമ്മൾ നോർമലി ഒരു എക്സ്റ്റൻഡർ ആയിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് റേഞ്ച് കിട്ടാവുന്ന ഒരു പരിധിയുണ്ട്. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു വിസ്തൃതി കൂടുതലായതുകൊണ്ടോ, അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ ഒരു എക്സ്റ്റൻഡർ വെച്ചിട്ട് പോലും ആ ഒരു വൈഫൈ റേഞ്ച് കവറേജ് അവിടെ എത്തുന്നില്ല എങ്കിൽ നമുക്ക് ഒരു 2 എക്സ്റ്റൻഡർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എക്സ്റ്റൻഡേഴ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അതായത് ഈ ഒരു 2 എക്സ്റ്റൻഡർ വെച്ച് വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വിഷയമുണ്ടോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന് കിട്ടുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന നേരത്ത് നമ്മൾ നോർമലി ഈ ഒരു എക്സ്റ്റൻഡർ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ എക്സ്റ്റൻഡർ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ മെയിൻ റൂട്ടറിൻ്റെ അതേ ഒരു വൈഫൈയുടെ ചാനൽ തന്നെയാണ് ഈ ഒരു എക്സ്റ്റൻഡറും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു നമ്മുടെ ഒരു റൂട്ടർ അല്ലെങ്കിൽ ആ ഒരു മോഡത്തിൽ ഉപയോഗിക്കാവുന്ന യൂസേഴ്സിൻ്റെ ഒരു എണ്ണം ഉണ്ടാവും. സോ അധികം യൂസേഴ്സ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു വൈഫൈയുടെ ആ യൂസേഴ്സിൻ്റെ ആ ഒരു എണ്ണം കവിഞ്ഞ് കഴിയുമ്പോൾ നോർമൽ സിംഗിൾ ബാൻഡ് റൂട്ടറുകളിലൊക്കെ ഏകദേശം ഒരു 30 അടുത്ത് യൂസേഴ്സൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ മേളിലൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം വൈഫൈയുടെ ആ ഒരു വൈഫൈ ചാനലിൽ തന്നെയാണ് ഈ ഒരു എക്സ്റ്റൻഡറും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് യൂസേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഡേഴ്സ് വെച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു മെയിൻ മോഡത്തിൽ നിന്നിട്ട് ഈ ഒരു ആ എക്സ്റ്റൻഡറിൽ നിന്ന് വേറൊരു എക്സ്റ്റൻഡർ, അങ്ങനെ എക്സ്റ്റൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻഡ് പർപ്പസിലായി യൂസേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആക്ച്വലി ടെക്നിക്കലി എക്സ്റ്റൻഡറിൽ നിന്നും എക്സ്റ്റൻഡറിലോട്ട് കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് വർക്ക് ചെയ്യും. പക്ഷേ ഇടയ്ക്ക് ഡിസ്കണക്റ്റ് ആയി പോകുന്ന കംപ്ലയിൻറ്റുകൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് ചിലവർക്ക് നോ ഇൻ്റർനെറ്റ് കാണിക്കുന്ന കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. നമ്പർ ഓഫ് യൂസേഴ്സ് കൂടിയാൽ അങ്ങനെ വരാം. അതല്ല, ഈ ഒരു ചാനൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ 3 ഡിവൈസുകൾ, അതായത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ 2 എക്സ്റ്റൻഡറോ അതധികം എക്സ്റ്റൻഡർ ഉപയോഗിക്കുകയാണ്, ഈ എക്സ്റ്റൻഡറുകളും അതിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്ന മോഡവും ഇതെല്ലാം ആ ഒരു നെറ്റ്വർക്ക്, ആ ഒരു ചാനലിൽ തന്നെ, അതായത് വൈഫൈ ചാനലുകൾ നിങ്ങൾക്കറിയാം, വൈഫൈ ചാനൽസ് ഉണ്ടാവും. ആ വൈഫൈ ചാനൽസിൽ നമുക്ക് ഇതെല്ലാം ഒരു ചാനലിൽ തന്നെയായിരിക്കും. വൈഫൈ 6 എന്നുള്ള ചാനലാണ് കിടക്കണമെങ്കിൽ വൈഫൈ 7 ചാനലാണ് കിടക്കണമെങ്കിൽ അതെല്ലാം ഈ 3 ഡിവൈസും ഒരേ ചാനലിൽ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻ്റർഫറൻസ് കൊണ്ടോ അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ എണ്ണം കൊണ്ടോ ഡിസ്കണക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ യൂസ് ചെയ്യാനും സാധിക്കും. പക്ഷേ ഈ ഡിസ്കണക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് നോർമലി അങ്ങനത്തെ ഒരു പർപ്പസ്, ഒരു വലിയൊരു വീടാണ് അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ വലിയ പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ വാൾസിൻ്റെ കൺജഷനും മറ്റുമുള്ള ഒരു ഏരിയ ആണെങ്കിൽ നമുക്കിത് എങ്ങനെ ആ ഒരു ഓവർകം ചെയ്യാം, അതായത് ആ ഒരു ഇത്തരം എക്സ്റ്റൻഡറുകൾ ആഡ് ചെയ്യാതെ തന്നെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോംവഴിയാണ് മെഷ് വൈഫൈ എന്ന് പറയുന്നത്. മെഷ് വൈഫൈ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അതായത് ഒരേ പേരും പാസ്വേഡായിട്ടൊക്കെ തന്നെ ഈ ഒരു 2 3 അല്ലെങ്കിൽ അധികമോ പാക്കുകൾ, അധികമോ ഡിവൈസുകളായിട്ട് വരുന്ന ഒരു ഡിവൈസാണ് ഒരു മെഷ് വൈഫൈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെഷ് വൈഫൈ സിസ്റ്റം, മെഷ് റൂട്ടറുകളുണ്ട്, മെഷ് വൈഫൈ സിസ്റ്റം ഉണ്ട്. അത്തരത്തിലുള്ളൊരു മെഷ് സിസ്റ്റം വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് ഈ പറഞ്ഞ ഒന്നിലധികം എക്സ്റ്റൻഡേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലും നല്ലത് ഈ ഒരു മെഷ് വൈഫൈ അല്ലെങ്കിൽ ഒരു മെഷ് സിസ്റ്റം ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു മെഷ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത സെയിം ചാനൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സെയിം ആ ഒരു നെറ്റ്വർക്കിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടി നിർമ്മിക്കുന്ന ഡിവൈസുകളാണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഫീച്ചർ, ആ ഒരു മെഷ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അതിന് മെഷ് കണക്ഷൻ അല്ലെങ്കിൽ മെഷ് വൈഫൈ എന്ന് പറയുന്നത്. അത്രയും ഡിവൈസുകൾ ആ ഒറ്റ പേരിൽ, ആ ഒറ്റ സൈഡിൽ ഒരു ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്നാലും നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. നല്ല സ്പീഡിലും നല്ല ഇത്തരം ഡിവൈസുകൾ അധികം കണക്ട് ചെയ്താലും ഒക്കെ മെഷ് സിസ്റ്റത്തിൽ ഒരുപാട് ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഡിവൈസുകൾ കണക്ട് ചെയ്താലും ആ ഒരു ഡിസ്കണക്ഷൻ്റെ ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. വയർലെസ് ആയിട്ട് നമ്മൾ വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഒരു പരിഹാരം, അതായത് ഈ എക്സ്റ്റൻഡറുകൾ ഒന്നിലധികം വെക്കുന്നതിൻ്റെ ഒരു പരിഹാരമാണ് പറയുന്നത്. ഒരു മെഷ് റൗട്ടർ ഒരു പരിഹാരം തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെയുള്ള അവസരങ്ങളിൽ മെഷ് റൗട്ടറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ് മെഷ് സപ്പോർട്ട് ചെയ്യുന്ന, അതായത് മെഷ് ഓപ്ഷനുള്ള റൗട്ടറുകളും എക്സ്റ്റൻഡറുകളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്.
അതായത് റൗട്ടറിൽ തന്നെ ആ ഒരു മെഷ് എനേബിൾ ചെയ്യാമെന്നുള്ള, അതായത് മെഷ് സിസ്റ്റം എനേബിൾ ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്റ്റൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്റ്റൻഡേഴ്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു മെഷ് പോലെ തന്നെ, അതായത് ഈ എക്സ്റ്റൻഡർ തന്നെ ആ ഒരു മെഷ് അവൈലബിൾ ആകും. മെഷ് ഫംഗ്ഷനുള്ള എക്സ്റ്റൻഡേഴ്സ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെഷ് സിസ്റ്റത്തിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നിലധികം എക്സ്റ്റൻഡേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അപ്പോഴും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടായില്ല, ആ ഒരു കട്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഒരു മെഷ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. മെഷ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് ഡിവൈസ് അല്ലാണ്ട് ഇത്തരം എക്സ്റ്റൻഡിൽ തന്നെ ആ മെഷിൻ്റെ ഫംഗ്ഷൻ വരുന്നത്, അതായത് മെഷിൻ്റെ മെഷ് ഫംഗ്ഷൻ ഓപ്ഷനുള്ള എക്സ്റ്റൻഡേഴ്സും റൗട്ടേഴ്സും ഉണ്ട്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്ന റൗട്ടറാണ് നമ്മുടെ വീട്ടിലുള്ളത്, അല്ലെങ്കിൽ റൗട്ടറാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ അത്തരം എക്സ്റ്റൻഡേഴ്സിൽ മെഷ് സപ്പോർട്ട് ചെയ്യുന്ന മെഷ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഓപ്ഷനുള്ള ഓപ്ഷനുള്ള എക്സ്റ്റൻഡേഴ്സും നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡെഡിക്കേറ്റഡ് മെഷ് മേടിക്കാതെ തന്നെ ഈ എക്സ്റ്റൻഡേഴ്സ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു മെഷ് സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാനും മറ്റേ പേരും പാസ്വേഡും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനും അതേ ഒരു ചാനലിൽ തന്നെ വർക്ക് ചെയ്താലും വേറെ പ്രശ്നങ്ങളില്ലാണ്ട് തന്നെ നമുക്ക് ആ ഒരു വൈഫൈ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കിപ്പോൾ അതല്ല, നമ്മുടെ ഡിവൈസ് ഈ പറഞ്ഞ മെഷ് സപ്പോർട്ട് ചെയ്യുന്നതല്ല, മെഷ് സിസ്റ്റം നമുക്ക് മേടിക്കാനായിട്ടുള്ള ഒരു ഇത്തിരി എക്സ്പെൻസീവ് ആണ് മെഷ്. അപ്പോൾ മെഷ് സിസ്റ്റം വരുന്നത്, അപ്പോൾ മെഷ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 എക്സ്റ്റൻഡർ വീട്ടിൽ ഉപയോഗിക്കുകയും വേണം. അതായത് മോഡത്തിൽ നിന്ന് 2 എക്സ്റ്റൻഡറിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എക്സ്റ്റൻഡറെങ്കിലും നമുക്ക് ആ ഒരു വയേർഡിൽ കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു താഴത്തെ ഒരു പോർട്ട് കാണാം, ലാൻഡ് പോർട്ട് എല്ലാ എക്സ്റ്റൻഡേഴ്സിനും ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ടി പി ലിങ്ക് ആയാലും ഇപ്പോൾ ഡി ലിങ്ക് ആയാലും എല്ലാത്തിനും ആ ഒരു എതർനെറ്റ് പോർട്ട് എടുത്ത് താഴ്ത്ത് വന്നിട്ടുണ്ടാവും. നോർമലി ഈ പോർട്ട് ചെയ്യുന്നത് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നമ്മൾ എക്സ്റ്റൻഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു കണക്ഷൻ എടുത്ത് നമ്മൾ ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഔട്ടായിട്ടാണ് അതിനകത്ത് നോർമലി നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ വരുന്നത്. സോ നമുക്ക് അങ്ങനെ ചെയ്യാൻ നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനൊരു ആക്സസ് പോയിൻറ്റ് മോഡലാക്കുക. അതായത് ഇതിനകത്തൊരു വയേർഡായിട്ട് കൊടുത്തിട്ട് ആക്സസ് പോയിൻറ്റ് മോഡലാക്കിയതിന് ശേഷം മറ്റ് എക്സ്റ്റൻഡർ വയർലെസ് ആയിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു ഡിവൈസ് നമുക്ക് അങ്ങനെ ഒരു വയേർഡ് രൂപത്തിലായത് ആക്സസ് പോയിൻറ്റ് രൂപത്തിലും ഒരെണ്ണം എക്സ്റ്റൻഡർ രൂപത്തിലായിട്ട് മാറും. അപ്പോഴും അത്തരം ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ചെറിയൊരു പരിഹാരമായിട്ട് ഉണ്ടാവും. എന്നാലും ഇതിൻ്റെ ശരിക്കും പരിഹാരം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എക്സ്റ്റൻഡേഴ്സ് മേടിക്കുന്നതിലും നല്ലത് നമ്മൾ ആ ഒരു മെഷ് സിസ്റ്റം തന്നെ അവലംബിക്കുന്നതായിരിക്കും. മെഷ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് അയച്ച് ചോദിക്കാൻ ഞാൻ മറുപടി പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.